നമസ്കാരം. രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരികയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA മികച്ച വിജയം നേടുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ രാജ്യമെമ്പാടും വലിയ പൂജകൾ നടത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും ഇത്തരത്തിലുള്ള പൂജകൾ അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ മറ്റു പാർട്ടികളും നടത്താറുണ്ട്. പക്ഷെ അതൊന്നും അവർ പൊതുസമൂഹത്തിന് മുന്നിൽ ഏറ്റു പറയണമെന്നില്ല. പലപ്പോഴും രഹസ്യമായി തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. DK ശിവകുമാർ ആണ് ഇവിടെ മൃഗബലി നടന്നു അല്ലെങ്കിൽ ദുർമന്ത്രവാദം നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുമായി ബന്ധമില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും മറ്റും സാധാരണയായി പാർട്ടി പ്രവർത്തകർ ചെയ്യാറുണ്ട്. മോദിക്ക് വേണ്ടി ഇക്കുറിയും അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, കേരളത്തിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ മോദിക്ക് വേണ്ടി പ്രത്യേകമായ പൂജകൾ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. 400 സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ NDA അധികാരത്തിൽ എത്തണമെന്നാണ് ഭൂരിഭാഗം പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ അർച്ചനയടക്കമുള്ള വഴിപാടുകളാണ് ഈ പാർട്ടി നേതാക്കൾ നടത്തിയിരിക്കുന്നത്. അണിയറയിൽ വിജയഗാനം ഉൾപ്പെടെ തയ്യാറാക്കി വരികയാണ് BJP. ഉത്തരേന്ത്യയിലാവട്ടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനം അടക്കമുള്ള കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ മലയാളം.